സർ നമസ്കാരം. നമസ്കാരം. സർ, ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ അവിടുത്തെ കെട്ടിടം, പഴകിയ ഒരു കെട്ടിടം ഇടിഞ്ഞു വീണ് ബിന്ദു എന്ന് പറയുന്ന ഒരു വീട്ടമ്മ മരിച്ച സംഭവം ഉണ്ടായി. അപ്പോൾ അതില് ആരോഗ്യമന്ത്രിയുടെ അനാസ്ഥ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇതില് സർക്കാർ മൊത്തത്തിൽ പ്രതികളാവുകയാണ് സർ ചെയ്യുന്നത്. ശരിക്കും സർക്കാരിന്റെ ഏത് തരത്തിലുള്ള പിടിപ്പുകേടാണ് ഇതിൽ ശരിക്കും? ഞാൻ പറയാം, ഇതിൽ ഒന്നാം പ്രതി ആരാന്നറിയോ? PWD മന്ത്രിയല്ല, ആരോഗ്യമന്ത്രിയാണ്, വീണ ജോർജ്. രണ്ടാം പ്രതി എന്ന് പറയുന്നത് ഒന്നാം പ്രതി തുല്യമായ രണ്ടാം പ്രതിയാണ് നമ്മുടെ PWD മന്ത്രി. മൂന്നാം പ്രതിയുണ്ട്, കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി സഖാവ്. അങ്ങേര് അറിഞ്ഞത്, അങ്ങേര് ഈ അപകടം നടക്കുന്ന തൊട്ടടുത്തുണ്ട്, എന്നിട്ട് മൈൻഡ് ചെയ്യാതിരിക്കുകയാണ്. അയാൾ അമേരിക്കയിൽ പോയപ്പോ പോരെ? മനസാക്ഷി ഉണ്ടാവാൻ പറ്റുന്ന കാര്യമാണോ? അയാൾ രാത്രി 11 സ്ഥലം പിടിച്ച. അതായത് നിയമം അനുസരിച്ച് PWD ആണ് ആ മെഡിക്കൽ കോളേജിന്റെ മെയിൻ്റനൻസ് നടത്തേണ്ടത്. ആ മെയിൻ്റനൻസ് നടക്കുമ്പോൾ മെയിൻ്റനൻസ് നടത്തി സർട്ടിഫിക്കറ്റും കൊടുക്കാതെ അൺഫിറ്റ് ആണെങ്കിൽ അൺഫിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ ഒരു കെട്ടിടത്തിലും ഉപയോഗം നടക്കുകയില്ല. അപ്പൊ ഇത്രയും ഉപയോഗശൂന്യമാണെന്ന് എല്ലാവരും പ്രഖ്യാപിച്ച് എല്ലാവരും പറഞ്ഞല്ലോ അത് ഉപയോഗശൂന്യമാണ്. പിന്നെ എങ്ങനെ അതിനകത്ത് സ്വിച്ച് ഉപയോഗിച്ചത്? അതിനകത്ത് ആള് കിടക്കുന്നത് എങ്ങനെ? അപ്പോൾ PWD ആ കാര്യത്തിൽ കുറ്റകരമായ അനാസ്ഥ കാണിച്ചിരിക്കുകയാണ്. അതിന് പൂർണ്ണമായ ഉത്തരവാദിത്വം PWD മന്ത്രിക്കാണ്, ഡിപ്പാർട്ട്മെന്റിനാണ്. ഉദ്യോഗസ്ഥന്മാർ നടപടി സ്വീകരിക്കണം. മന്ത്രി രാജിവെച്ച് മാറിയേ പറ്റൂ. പിന്നെ ഇത്രയും വലിയ കുഴപ്പമുണ്ടായിട്ട് ഇത് കണ്ടില്ല എന്ന് പറഞ്ഞ അടുത്ത് മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. അയാൾ നാട് വിട്ടുപോയിരിക്കുകയാണ്. മനുഷ്യനാണോ? മനുഷ്യത്വം എന്നൊരു സാധനം ഉള്ളവനായിരുന്നു അമേരിക്ക പോകും. അയാൾ അമേരിക്ക, അതെ, ദുബായ് വഴിയാണ് പോകുന്നത്. അമേരിക്ക പിണറായി വിജയന് പോകുന്ന അമേരിക്കയിൽ ഞാൻ പണ്ട് പറഞ്ഞിട്ട് നിങ്ങളെ ക്രൈമിലുണ്ടെന്ന് എടുത്ത് നോക്കിയോ? അതായത് കച്ചവടം അത് മനസ്സിലായില്ലേ? ഈ കച്ചവടത്തിൽ കൂട്ടിരിക്കാവോ പിണറായി? പിണറായിയുടെ സമ്പാദിച്ച കോടാനുകോടി രൂപ അത് വിദേശ പല ബാങ്കുകളിൽ നിക്ഷേപിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ദുബായിക്ക് പോകുന്നത്. ദുബായിൽ നിന്ന് അമേരിക്കയ്ക്ക് പോകുന്നു. അമേരിക്കയിൽ പോകുന്ന ആശുപത്രി പേര് പറയാൻ, ദുബായിക്ക് പോകുന്ന കച്ചവടം നടത്താൻ. ഈ നിലയിലാണ് കേരളത്തിൽ എന്തൊരു ഗതികേടാണെന്ന് കേരളത്തിലെ ജനങ്ങളെന്ന് ആലോചിച്ചാൽ നല്ലതാണ് എനിക്ക് പറയാനുള്ളത്. അതെ, ഇത്തവണത്തെ യാത്രയും ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് കൃത്യമായും ദുബായ് വഴി തന്നെയാണ്. ദുബായിൽ ചെന്ന് അവിടെ തങ്ങിയിട്ട് അതിനുശേഷമാണ് അമേരിക്കയ്ക്ക് പോകുന്നത്. അതേ കാര്യം കണക്ക് നോക്കണ്ടേ? പലിശയൊക്കെ എത്ര കാര്യം? ദുബായ് യാത്ര പറയുന്നത്, ദുബായിൽ എപ്പോഴും തിരിച്ചു വരുന്ന വഴിക്ക് ദുബായ് കയറുന്നത് പറയുന്നത് മകനെ കണ്ടിട്ട് തിരിച്ചു പോരാന്നുള്ളതാണ് അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു വിശദീകരണം. കൈക്കൂലി മേടിക്കേണ്ട 2 ഏജന്റുമാർ, ഒന്ന് മകനും ഒന്ന് മകളുമാണ്. ഇതൊക്കെ വളരെ പച്ചയ്ക്ക് പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുള്ളതാണ്. അതെ, അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് നടന്നിട്ടുള്ള അഴിമതികള് സാറ് തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതെ, എന്തായാലും ഇവിടെ മന്ത്രി വീണ ജോർജ് കൃത്യമായിട്ടും ഇപ്പൊ പറഞ്ഞതുപോലെ PWD ഇതിന് മുന്നേ തന്നെ അവർ ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു 2013 ഈ ബിൽഡിംഗ് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴായതാണ് എന്നുള്ളൊരു സംഭവം പുറത്ത് വന്നിരുന്നതാണ് എന്ന്. ഇപ്പൊ കിഫ്ബി വഴി 2025 എങ്ങനെ അതിനകത്ത് രോഗി കയറി, രോഗിയുടെ കൂട്ടിരിപ്പുകാരി എങ്ങനെ അതിനകത്ത് ശുചിമുറി കയറി പറയണ്ടേ? ഇവിടെ എന്തുകൊണ്ടത് അറിഞ്ഞില്ല? ആ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെ കൂടെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വരും. അയാളൊരു പാവത്താനായിട്ട് ആളാന്ന് എല്ലാം സമ്മതിക്കും, പക്ഷെ നടപടി ചെയ്യാറില്ല, പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ തലയിലേക്ക് കെട്ടിവെച്ച് ഒഴിയാൻ വേണ്ടിയിട്ടാണോ അദ്ദേഹം എല്ലാം എന്റെ തെറ്റെന്ന് പറഞ്ഞ് ഏറ്റെടുത്തിരിക്കുകയാണ്? കാരണം ഇത് PWD മന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ട്, ആരോഗ്യമന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ട്. 2 കശ്മലക്കൂട്ടമാണ്. ഇത് വിടാൻ പറ്റുകയില്ല. അതെ സർ, പക്ഷെ കിഫ്ബി വഴി പുതിയൊരു കെട്ടിടം നിർമ്മിച്ചു. ഇപ്പോ കഴിഞ്ഞ തവണത്തെ ഒരു 4 സമിതിയോ മറ്റേ വെച്ചിട്ടുള്ളൊരു അന്വേഷണത്തില് ഈ കെട്ടിടം എപ്പോ വേണമെങ്കിലും പൊളിഞ്ഞു വീഴാം, പൊളിച്ചു മാറ്റണം എന്ന് കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. അതാ ചോദിച്ചാൽ, എന്നിട്ട് പിന്നെ എങ്ങനെയാണ് രോഗിയെ അതിനകത്ത് കയറി, രോഗിയുടെ കൂട്ടിയെടുപ്പുകാരി എങ്ങനെ കയറി? മറ്റേ രോഗികളെല്ലാം പറഞ്ഞു പലരും അതിനകത്ത് കയറി കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. എന്തുകൊണ്ടത് പൊളിച്ചു കളഞ്ഞില്ല? ഉത്തരവാദിത്വം ചുമതലപ്പെട്ടാണ്. അവര് പറയുന്ന ഒരു റീസൺ എന്ന് പറയുന്നത് രോഗികളുടെ എണ്ണം കൂടിയപ്പോ നമുക്ക് ഫെസിലിറ്റീസ് ഇല്ലാത്തത് കൊണ്ട് തുറന്നു കൊടുക്കേണ്ടി വന്നു എന്നാണ് സൂപ്രണ്ട് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, രോഗികളുടെ എണ്ണം കൂടിയെന്ന് പറഞ്ഞ് ഈ മരണകരമായ വെള്ളച്ചാട്ടത്തിലേക്ക് പൈസ തള്ളിവിടുവോ? നീണ്ടു പഠിക്കാരത്തിൽ ചാടിക്കോടാന്ന് പറഞ്ഞ് വെള്ളച്ചാട്ടത്തിലോട്ട് പയ്യനെ കൊണ്ടിടുവോ ആരെങ്കിലും? അല്ല, ഇവിടെ രോഗികളുടെ എണ്ണം കൂടി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ. നടപടി സ്വീകരിക്കണമെന്ന് അഭിപ്രായക്കാരനായി. അതെ, ഇവിടെ
രോഗികളുടെ എണ്ണം കൂടി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ ആരോഗ്യ കേരളം നമ്പർ 1 എന്നത് പച്ചക്കള്ളമാണെന്ന് തെളിയിക്കുന്ന ഒരു പ്രസ്താവന തന്നെയാണ്. ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ തന്നെ ആരോഗ്യ അവർ കേരളം സ്വയം സമ്മതിക്കുകയാണ്. കേരളത്തിലെ ആരോഗ്യരംഗം തകർന്ന് തരിപ്പണമായി. കേരളം 1-ാം സ്ഥാനത്തെന്ന് പറഞ്ഞു വെറുതെ വീമ്പിളക്കിയതാണ്. ആരോഗ്യരംഗം തകർന്ന് തരിപ്പണമായി എന്ന് തെളിവാണ് ഇതല്ല. ഒരു സംശയം വിട്ടത് അവിടെ എല്ലാ മെഡിക്കൽ കോളേജിലും സംഭവിക്കില്ലേ? എന്തൊരു കഷ്ടകാലമായത്. ഇന്നത്തെ ദിവസം തന്നെ മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് ചികിത്സാർത്ഥം പോകുന്നതും ഇതിന്റെ മറ്റൊരു ഉദാഹരണം തന്നെയാണ്. എന്ത് പറയാനാ ശുംഭനെ പറ്റി? അങ്ങനെ ഒരു മുഖ്യമന്ത്രിയാണെന്ന് പറയേണ്ടി വരുന്നത് സഹതാപവും പ്രതിഷേധവും ഉണ്ടെന്നല്ല, വേറെ ഒന്നും പറയുന്നില്ലേ. ഈ വിഷയത്തിൽ മാധ്യമങ്ങൾ പ്രതികരണം ആരാഞ്ഞപ്പോഴും അദ്ദേഹം പറഞ്ഞത് പ്രതികരിക്കുന്നില്ല, അത് അതാത് മന്ത്രിമാര് പ്രതികരിച്ചോളും എന്നാണ് പറഞ്ഞത്. ആ എനിക്ക് അമേരിക്കയിൽ പോകണം, അമേരിക്കയിൽ പോകാണെന്ന് പറഞ്ഞ് പോയി എന്റെ സാമ്പത്തിക കാര്യ എല്ലാം കൂടെ ദുബായി ചെന്ന് കണക്ക് നോക്കണം, അതുകൊണ്ട് തന്നെ വിട്ടേക്കാൻ പറഞ്ഞ അർത്ഥം. അതെ, എന്തായാലും ഇതിൽ സാറ് പറയുന്നത് ആരോഗ്യമന്ത്രി മാത്രമല്ല PWD മിനിസ്റ്റർ മുഹമ്മദ് റിയാസും ഇതുപോലെ തന്നെ പ്രതിയാണ്. അതെ, കുറ്റക്കാരനാണ്. അപ്പോ രണ്ട് മന്ത്രിമാരും എല്ലാ കുട്ടികളും മിണ്ടാ നടക്കുന്ന മുഖ്യമന്ത്രിക്ക് ഒരു മിനിറ്റ് തുടരാൻ അവകാശമില്ലെന്ന് എന്റെ അഭിപ്രായം. അതെ അതെ, ഈ 3 മന്ത്രിമാരും മന്ത്രിസഭ തന്നെ പിരിച്ചുവിടേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞു. എന്തായാലും BJP ഇതിൽ ശക്തമായ പോരാട്ടം മുന്നോട്ട് തന്നെ കൊണ്ടുപോകുമല്ലോ സാർ. നാളെ നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൻ BJP സംസ്ഥാന പ്രസിഡന്റ് തന്നെ വരുന്നുണ്ട്, മെഡിക്കൽ കോളേജിൽ അവിടെ സമരം വരുന്നുണ്ട്. അതെ, അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ പുറത്തു വന്നു. കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാർക്ക് അമേരിക്കയും കോൺഗ്രസ് മന്ത്രിമാർക്ക് യൂറോപ്പുമാണ്, നമ്മുടെ പാവം BJPക്കും പൊതുജനത്തിനും മാത്രമാണ് ഇവിടുത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകൾ എന്ന്. ഭയങ്കരം. അതെ, എന്തായാലും താങ്ക് യു സർ. ഓക്കെ.